ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ് ഇംഗ്ലീഷ് +1 കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് യൂട്യൂബ് ചാനലുകളിലൂടെ ചോർന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകും. പുനഃപരീക്ഷയിൽ തീരുമാനത്തിനായി തിങ്കളാഴ്ച യോഗം ചേരും. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പർ, +1 കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇതു രണ്ടുമാണ് യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സമ്മതിക്കാതിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ ചോദ്യപേപ്പർ ചോർച്ച തുറന്നു സമ്മതിച്ചു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു വെല്ലുവിളിയാണ് ഇത്. പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർ മനസ്സിലാക്കേണ്ട അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷകർത്താക്കളോടും കടുത്ത വഞ്ചനയാണ് ഈ കൂട്ടർ കാണിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്നത് ഗൗരവമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനെ കൂട്ടുനിന്ന വകുപ്പിലെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കും. DGPയുടെയും സൈബർ സെല്ലിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ പല നിലയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നാളെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരും. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും പരീക്ഷാരീതിയിൽ മാറ്റം വരണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.